PSC ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്ലാസ് അല്ല, മറ്റൊരു കാര്യം അറിയിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് കമൻറ്റുകളിലും അതല്ലാതെ ഗ്രൂപ്പുകളിലുമെല്ലാം ചോദിച്ചു കണ്ട ഒരു കാര്യമാണ് PSC വെരിഫിക്കേഷൻ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും മറ്റു ജില്ലകളിലാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത്? PSC വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ സ്വന്തം ജില്ലയിൽ ചെയ്യാൻ സാധിക്കുമോ, അതോ മറ്റു ജില്ലയിൽ പോകേണ്ടി വരുമോ? നമ്മൾ എക്സാം എഴുതിയ ജില്ലയിൽ തന്നെ പോയി PSC വെരിഫിക്കേഷൻ നടത്തണമോ എന്നുള്ള സംശയങ്ങൾ ഒരുപാട് ഞാൻ കണ്ടു. അതിനെപ്പറ്റി അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ആവശ്യമുള്ളവർ തീർച്ചയായും കാണുക. തീർച്ചയായും മുഴുവനായിട്ടും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PSC വെരിഫിക്കേഷൻ സ്വന്തം ജില്ലയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് PSC നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എക്സാം എഴുതി കോഴിക്കോട് ജില്ലക്കാരിയാണ് എന്ന് വിചാരിക്കുക. നമ്മുടെ നേറ്റീവ് പ്ലേസ് കോഴിക്കോടാണ് എങ്കിൽ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ എന്നാണ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് കിട്ടിയാൽ അതിന് 2 ദിവസം മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസമോ പറ്റുമെങ്കിൽ 2 ദിവസം മുമ്പ് നിങ്ങളുടെ PSC ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ അവർ നിങ്ങൾക്കൊരു ഡേറ്റ് തരും. നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട്. ചിലപ്പോൾ ആ തൃശ്ശൂർ ജില്ലയിൽ വെരിഫിക്കേഷൻ വന്ന അതേ ദിവസം തന്നെ കിട്ടാം. അതല്ല, അവർക്ക് കോഴിക്കോട് ജില്ലയിലുള്ള PSC ഓഫീസിൽ ഇപ്പോൾ അതന്ന് വേറെ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾക്ക് തരും. അപ്പോൾ അവിടെ ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളൊരു അപേക്ഷ തയ്യാറാക്കി കയ്യിൽ വെക്കണം. അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരപേക്ഷ. നിങ്ങൾ ഇന്ന ജില്ലക്കാരിയാണ്, മറ്റൊരു ജില്ലയിലാണ് അപേക്ഷ വെച്ചിരിക്കുന്നത്, എക്സാം എഴുതിയത്, ഇവിടെ വെരിഫിക്കേഷൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുള്ളൊരു വെരിഫിക്കേഷൻ ഒരു ലെറ്റർ, ഒരു അപേക്ഷ നമ്മൾ കയ്യിൽ വെക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അത് നമ്മൾ അവിടെ നൽകിയാലാണ് തുടർന്ന് നമ്മുടെ വെരിഫിക്കേഷൻ അവിടെ ചെയ്യുകയുള്ളൂ, അതായത് നമ്മുടെ സ്വന്തം ജില്ലയിൽ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അറിഞ്ഞിട്ടുള്ളത്, വെരിഫിക്കേഷന് അത്യാവശ്യം നേരത്തെ തന്നെ പറഞ്ഞ സമയത്തിന് നേരത്തെ ചെല്ലണം. കാരണം അവിടെയുള്ള വരുന്ന വ്യക്തികളുടെ എണ്ണമനുസരിച്ച് ടോക്കണൊക്കെ നൽകിയിട്ടായിരിക്കാം ചിലപ്പോൾ വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരുപാട് വൈകാൻ നിൽക്കരുത്. നേരത്തെ തന്നെ എത്താൻ പറ്റുമെങ്കിൽ നേരത്തെ തന്നെ എത്തുക. പിന്നെ തീർച്ചയായും PSC ഓഫീസിൽ വിളിച്ച് ചോദിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അത് നിങ്ങളുടെ നേറ്റീവ് ജില്ലയിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ അതായത് നിങ്ങൾ എക്സാം എഴുതിയ ജില്ല ഏതാണെന്നുണ്ടെങ്കിൽ ആ ജില്ലയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാം. ഞങ്ങളിങ്ങനെ സ്വന്തം ജില്ലയിൽ ചെയ്തോട്ടെ എന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് നമ്മുടെ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. ആവശ്യമില്ല നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ നേറ്റീവായിട്ടുള്ള ജില്ലയിൽ PSC ഓഫീസിൽ വിളിച്ച് ചോദിക്കേണ്ട കാര്യമേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷന് നിങ്ങൾ ഏത് ജില്ലയിലാണ് എക്സാം എഴുതിയത് അവിടെ കൂടി ഒന്ന് നമുക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അത് തീർച്ചയായും നമ്മുടെ ഏത് ജില്ലയിലാണ് എക്സാം എഴുതിയിരിക്കുന്നത് ആ ജില്ലയിലെ വെരിഫിക്കേഷൻ ഡേറ്റിന് തൊട്ട് മുമ്പായിരിക്കണം നിങ്ങളുടെ ജില്ലയിലെ PSC ഓഫീസിൽ വിളിച്ച് ചോദിക്കേണ്ടത്. ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ അവിടെ വിളിച്ച് അന്വേഷിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ചെയ്യണമെന്ന് പറയാനും അതിന് എന്നാണ് വരേണ്ടത് എന്നറിയാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് വാങ്ങുക. തീർച്ചയായും ഇങ്ങനെയൊരു നമ്മൾ പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ ഫോം, ഒരു അപേക്ഷ അവിടെ എഴുതി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് വെരിഫിക്കേഷന് മറ്റു ജില്ലക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഒരു ജില്ലയിൽ എക്സാം എഴുതി നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് വേറെയാണ്, നിങ്ങൾക്ക് അവിടെ തന്നെ ചെയ്യണമെന്നുണ്ട്, ഇത്ര ദൂരം സഞ്ചരിക്കാൻ സാധ്യമല്ല എങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യമാണ്. നന്ദി. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു.